അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ SDP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ പലരും വിളിക്കുന്നത് സുഡാപ്പി എന്നാണ്. പക്ഷേ ഇന്ന് ആ പേര് കേരള സംസ്ഥാനത്ത് SDP-ക്കാരല്ലാത്ത പലർക്കും വിളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് സുഡാപ്പി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? SDP മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം അല്ലെങ്കിൽ ആ ആശയം പറയുന്ന എല്ലാവരെയും RSSകാരൊക്കെ സുഡാപ്പി എന്ന് പറയുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഞങ്ങളാണ് ഈ വിഷയം ഏറ്റവും ശക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ശക്തമായി മുന്നോട്ട് വെക്കുന്ന പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് അൻവർ വേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ലല്ലോ. ഞങ്ങൾ മത്സര രംഗത്ത് വളരെ സജീവമായി നിൽക്കുക മാത്രമല്ല, ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് 5 സ്ഥാനാർത്ഥികൾ പ്രധാനമായുമുണ്ട്. ഇടതുപക്ഷമുണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്, ഇപ്പോൾ ഇവിടെ മത്സരിച്ച് വിജയിച്ച് രാജിവെച്ച MLAയുമുണ്ട്, ഞങ്ങളുമുണ്ട്. അപ്പോൾ 5 സ്ഥാനാർത്ഥികൾക്ക് ഇവിടുത്തെ വോട്ട് വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം വിജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ ആർക്കും വോട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. എല്ലാവരുടെയും വോട്ട് ഇങ്ങോട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അൻവറിൻ്റെ വോട്ട് ഞങ്ങൾക്ക് തരണമെന്ന്. ഞങ്ങളുടെ താല്പര്യം അതാണ്. അൻവർ പിൻവാങ്ങി SDP പിന്തുണക്കണം. അത് ഞങ്ങൾ വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് മീൻസ് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഞങ്ങൾ UDFിനെ പിന്തുണച്ചിട്ടില്ലല്ലോ. അത് പാലക്കാടിൻ്റെ സവിശേഷമായ സാഹചര്യം കൊണ്ട് മാത്രമാണ് UDF താല്പര്യപ്പെടാതെ തന്നെ ഞങ്ങൾ UDFിനെ പിന്തുണച്ചത്. അതല്ല, ആ സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തും പിന്തുണക്കണമായിരുന്നു. UDFുമായി വല്ല രീതിയിലുള്ള ഞങ്ങൾ ഒരു തൃശ്ശൂർ പോലെ ഡീൽ അനുവദിക്കില്ലാത്ത രീതിയിലാണ് ഞങ്ങളത് പറഞ്ഞത്. അല്ല, UDFിൻ്റെ താല്പര്യമല്ല, ഞങ്ങളുടെ താല്പര്യമായിരുന്നു. UDFിൻ്റെ താല്പര്യം ആണെങ്കിൽ അവർ ഞങ്ങളോട് ആവശ്യപ്പെടണമായിരുന്നു. അവരാവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവിടുത്തെ സാഹചര്യം വിലയിരുത്തി 2ാം സ്ഥാനത്തുള്ള BJP ഇവിടെ ജയിച്ചു വരരുത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ UDFിനെ പിന്തുണക്കാൻ സ്വയം തീരുമാനിച്ചത്. മറ്റ് സംഘടനകളെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. SDP-യെ സംബന്ധിച്ചിടത്തോളം SDP-യെ ഇന്നേ വരെ ഈ നിലമ്പൂർ വിഷയത്തിൽ ഒരു മുന്നണിയും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പിന്തുണക്കണമെന്നോ അല്ലെങ്കിൽ സഹകരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞങ്ങളതിന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഈ നിലമ്പൂരിൻ്റെ പൾസർ ചെയ്യുന്നവർക്കറിയാം, നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിക്കാൻ നേരത്തെ തന്നെ വളരെ ശക്തമായി പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഇൻറ്റേർണലായിട്ട് സജീവമാക്കിയതാണ്. ഞങ്ങൾ ബൂത്ത് കൺവെൻഷൻ നടത്തിയിരുന്നു, പഞ്ചായത്ത് മീറ്റിംഗ് നടത്തിയിരുന്നു, മണ്ഡലം തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. എല്ലാം ഞങ്ങൾ സെറ്റാണ്. അപ്പോൾ അതാണെങ്കിൽ അതൊരു പക്ഷേ അത് അറിഞ്ഞിട്ടായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് നിലമ്പൂരിനെ ഞങ്ങൾ നല്ല ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ട മണ്ഡലമാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ഇനി ആര് സമീപിച്ചാലും ഞങ്ങൾ നിലപാട് ഞങ്ങൾ മാറുമായിരുന്നില്ല. അതെ, യെസ്, തീർച്ചയായിട്ടും PV അൻവറും കൂടി ഞങ്ങളെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ വിജയം ഉറപ്പിക്കാൻ പറ്റും. കാരണം അല്ല, അങ്ങനെ ഞങ്ങൾ വോട്ട് എണ്ണിയിട്ടില്ല. കാരണം PV അൻവർ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിച്ചൊരു വോട്ടൊന്നും നേടിയിട്ടില്ലല്ലോ. PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരത്തിൽ
പിന്നെ നിന്നിട്ടുള്ളത്. അന്നേക്ക് PV അനിയന് വോട്ടിന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ഈ മണ്ഡലക്കാരനുമല്ല. ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ഒരു പൊളിറ്റിക്കലിലേക്ക് വന്നത്. നേരത്തെ അദ്ദേഹം പിന്നെ LDFിൻ്റെ ഭാഗമാണ്. അന്നേക്ക് അദ്ദേഹത്തിന് മാത്രമായി ഒരു വോട്ട് എണ്ണാൻ കഴിയില്ല. ഇല്ല, അൻവർ ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് സഹായിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പിന്നെ സഹായം അഭ്യർത്ഥിച്ച് പോവുക എന്നുള്ളതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ഈ നിലമ്പൂരിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പരസ്യമായി പറയുന്നു. അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും അദ്ദേഹം ഒക്കെ ഇത് അറിയുമല്ലോ. ഞങ്ങളതാണ് താല്പര്യപ്പെടുന്നത്. അല്ല, അതിനിപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് ഇപ്പോൾ പോകണം. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കട്ടെ, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം.